Hi friends, welcome back to my channel. So നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പം അന്ന് എനിക്ക് കുറെ ആളുകൾ ഇതുപോലെ കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെന്റ് എത്രയാണ്, പിന്നെ അതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട്, ചുറ്റുപാടും കടകളുണ്ടോ, ഇങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഓർക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ട് ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് അമ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമ്മുടെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഓപ്പൺ പാർക്കിംഗ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അതല്ലാതെ ഉള്ളിലോട്ടും പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്കുണ്ട്. നമുക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ റൂമിലുള്ള ആളുകൾക്കും സ്പെസിഫിക് ആയിട്ട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് രാവിലെ എണീറ്റ് നടക്കാനും അങ്ങനെയൊക്കെ പറ്റിയൊരു ഏരിയയാണ്. നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഒത്തിരി ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവരുടെ മെയിൻ്റനൻസ് സിസ്റ്റം ഭയങ്കര നല്ലതാണ്. അതും പറയാതിരിക്കാതെ പറ്റത്തില്ല. കാര്യം ഇവരുടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ വന്ന് എല്ലാം റെഡിയാക്കി തരും. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ആവശ്യമില്ലാത്ത ആളുകളെ ഒന്നും അകത്തോട്ട് കയറ്റി വിടത്തില്ല. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് പ്രോപ്പർ ടൈമിംഗ് ഉണ്ട്. അതനുസരിച്ച് അവർ ആളുകളെ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. പിന്നെ ഈ ഒരു റെഡ് ലൈൻ കണ്ടില്ലേ, ഈ ഒരു റെഡ് പാത്താണ്. ഈ പാത്ത് നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെയുണ്ട്. ഈ റെഡ് പാത്ത് എന്ന് പറയുന്നത് അവിടെ നമ്മൾ മിക്കപ്പോഴും രാവിലെയൊക്കെ നോക്കുമ്പോഴേ, രാവിലെ ആണെങ്കിലും രാത്രിയൊക്കെ ആണെങ്കിലും ആളുകൾ ഇതുപോലെ ഓടുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. ജോഗ് ചെയ്യാനൊക്കെ നല്ല ഒരു ഏരിയ ആണിത് കേട്ടോ. നമ്മൾ ഈ കമ്മ്യൂണിറ്റിക്ക് പുറത്തോട്ട് പോയിട്ട് ഇതൊന്നും ചെയ്യണ്ട. ഇതിനകത്ത് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് രാവിലെ എണീറ്റ് ജോഗ് ചെയ്യണമെങ്കിൽ ജോഗ് ചെയ്യാം, നടക്കണമെങ്കിൽ നടക്കാം. അങ്ങനെ ഒത്തിരി സ്പേസസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ഒരു പൂളിൻ്റെ ഏരിയ ആണ്. ഈ പൂളിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഒന്ന് ഹെൽത്ത് ക്ലബ്ബും വരുന്നുണ്ട്, പാർട്ടി ഹോളും വരുന്നുണ്ട്. പാർട്ടി ഹോളിൽ നമുക്കറിയാമല്ലോ ഇവിടെ ഇവരുടേതായിട്ടുള്ള തന്നെ ഡെഡിക്കേറ്റഡ്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇവിടെ താമസിക്കുന്നവർക്ക് ഇതെല്ലാം ഫ്രീ ആണ്. ഈ അമ്യൂണിറ്റീസ് എല്ലാം ഫ്രീ ആണ്. നമ്മൾ ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ട കാര്യമില്ല. പാർട്ടി ഹോള് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്താനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കണം. ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പാർട്ടി എന്താണെന്ന് വെച്ചാൽ നടത്താം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പാർട്ടി ഹോളിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു സ്റ്റേജ് പോലൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുറത്തായിട്ടും ഇതുപോലെ പരിപാടി നടത്തിയിട്ട് അകത്ത് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കാൻ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് ഇപ്പം നമുക്കങ്ങനെ റാൻഡമായിട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഇതുപോലെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ആളുകളായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ടാണെങ്കിലും ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നവർക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പൂളിൽ ഇറങ്ങാനാണെങ്കിലും പൂളിൽ നമുക്ക് തോന്നുന്നു രാത്രി 12 മണി വരെ ടൈമുണ്ടെന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് വെളുപ്പിനെ തൊട്ട് രാത്രി 12 മണി വരെ ഇറങ്ങാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. പൂളിൽ അതിൻ്റേതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. പിന്നെ അതുപോലെ പൂളിൽ കിഡ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് ഉള്ള സ്പേസും ഉണ്ട്. പിന്നെ നമ്മൾ പോളിസ്റ്റർ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം പൂളിൽ ഇറങ്ങാനായിട്ട്. പിന്നെ ഹെൽത്ത് ക്ലബ്ബ് ജിമ്മാണ്. ജിമ്മിനും നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട, നമ്മൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ജിമ്മിലും അത്യാവശ്യം നല്ല എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കണമെന്നുള്ളവർക്ക് നടക്കാം, ജിമ്മിൽ പോകണമെന്നവർക്ക് ജിമ്മിൽ പോകാം. സ്വിമ്മിംഗ് പൂള് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി ഹോളുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നിങ്ങൾ കുറേ ആളുകൾ ഇതിച്ചിരി ദുബായിയുടെ ഉള്ളിലോട്ടായതുകൊണ്ട് കുറേ ആളുകൾ ഇതൊന്നും അറിയാതെ പോകുന്നുണ്ട്. ഇങ്ങനത്തെ ബിൽഡിങ്സിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഇൻഫോർമേറ്റീവായിട്ട് എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടതാണ് ഈ കിഡ്സ് പാർക്കും ഇവിടെ ഉണ്ട്. ഒത്തിരി കുട്ടികൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട്, അതും രാവിലെ ആയതുകൊണ്ടാണ് അധികം ആളുകളില്ലാത്തത്. പക്ഷെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഒത്തിരി കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നത് കാണാനായിട്ട് പറ്റും. നമ്മൾ ബാൽക്കണിയിൽ നോക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കളിക്കുന്ന ഏരിയാസ് ഉണ്ട്. ബാഡ്മിൻ്റൺ കോർട്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട്, പിന്നെ ഷട്ടിൽ കോർട്ട്, അങ്ങനെയൊക്കെ നമുക്ക് പാഡിൽ കോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ കളിക്കാനും വരും. അത് നമുക്ക് ഇങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എംപ്റ്റി ആയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് പോയി കളിക്കാം.
നമ്മുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായാൽ മാത്രം മതി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഫാമിലീസ് ആണ് നിൽക്കുന്നത്. ഇത് വർസാൻ 1-ലാണ് ലോൺസ് ബൈ ധനൂബെ എന്നാണ് ബിൽഡിങ്ങിൻ്റെ പേര്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിറ്റി ഗ്രീസ് ക്ലസ്റ്ററിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കാണാനായിട്ട് പറ്റും. അത് നമുക്കറിയാമല്ലോ, ദുബായിലോട്ട് ഇപ്പം താമസം മാറുന്ന ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാനായിട്ട് നോക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പം റൂം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചടങ്ങ്. പിന്നെ ഇവിടുത്തെ റെൻ്റ് എന്ന് പറയുന്നതും ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാനിത് പ്രോപ്പർട്ടി ഫൈൻഡറിൽ നിന്നാണ് ഈ ലോൺസ് ബൈ ധനൂബെ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ കണ്ടുപിടിച്ചതും. ഇതിൻ്റെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളൊരു ഏജൻറ്റ് വഴി ആ പ്രോപ്പർട്ടി ഫൈൻഡറിൽ തന്നെ അവരുടെ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ നമ്പറിൽ വെച്ചിട്ടാണ് നമ്മൾ വിളിച്ച് ഈ ഒരു ഏജൻറ്റിനോട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്തത്. ഞാൻ അപ്പാർട്ട്മെൻറ്റ് ടൂറിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ലാസ്റ്റ് എൻ സ്ക്രീനിലും കൊടുക്കാം. നമ്മൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. സോ ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 ബ്ലോക്കായിട്ടാണ് ബിൽഡിങ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ ഒരു ലോൺസ് ബൈ ധനൂബെ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് താമസിക്കാൻ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ. ബൈ.